എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കടക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്കാണ്. LP UP പരീക്ഷകളിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു മേഖല കൂടിയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാന വസ്തുതകളും ഭാഗങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. അതിലാദ്യമായിട്ടുള്ള അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കൈറ്റ്, ഹൈടെക് സ്കൂള്, സമഗ്ര ഇ പോർട്ടൽ, ലിറ്റിൽ കൈറ്റ്സ്, കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ്സ് മുതലായ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുകളും വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് വേണ്ടി സഹായകമാകുന്ന വിവിധ തരത്തിലുള്ള സോഫ്റ്റ്വെയറുകളെ പറ്റി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കൈറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. KITE എന്നതാണ് കൈറ്റിന്റെ സ്പെല്ലിങ്. ഈ കൈറ്റിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനിയാണ് കൈറ്റ് എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനിയാണിത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ IT അറ്റ് സ്കൂൾ പ്രോജക്റ്റ് ആണ് കൈറ്റ് ആയിട്ട് മാറിയത്. അപ്പൊ കൈറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ പൂർണ്ണനാമമാണ് അറിയേണ്ടത്. കൈറ്റിന്റെ പൂർണ്ണനാമം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് നമ്മുടെ കൈറ്റിന്റെ പൂർണ്ണനാമം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ കീഴിലെ ആദ്യത്തെ സർക്കാർ കമ്പനി കൂടെയാണ് നമ്മുടെ കൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. രണ്ടാമത്തെ, ഈ കൈറ്റിന്റെ സബായിട്ട് വരുന്ന സംഭവങ്ങളാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഹൈടെക് സ്കൂളിനെ പറ്റി നമ്മൾ അറിയുമ്പോൾ ആ ക്ലാസ് ഓർത്ത് വെക്കുക. അത് വളരെ പ്രധാനമാണ്. 8 മുതൽ 8 to 12 വരെയുള്ള 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഏകദേശം 45,000 വരെ വരുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഹൈടെക് സ്കൂൾ എന്ന് പറയുന്നത്. 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികളാണ് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തണമെന്ന് ഈ പദ്ധതി പറയുന്നത്. മൂന്നാമത്തെ പദ്ധതിയിലേക്ക് പോകാം. സമഗ്ര ഇ പോർട്ടൽ. ഹൈടെക് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ക്ലാസ് മുറികളിൽ 1 മുതൽ 12 വരെ ക്ലാസ്സുകളിലെ പഠനത്തിനാവശ്യമായ റിസോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൈറ്റ് സമഗ്ര എന്ന പേരിൽ ഒരു ഇ പോർട്ടൽ എന്ത് ചെയ്തിട്ടുണ്ട്? വികസിപ്പിക്കുകയുണ്ടായി. സമഗ്ര പോർട്ടൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതെന്താണ് സ്കൂളിന്റെ സൈറ്റുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നോക്കിയാണ് ടീച്ചേഴ്സ് ക്ലാസ്സുകളും മറ്റുമൊക്കെ റിസോഴ്സുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സമഗ്ര പോർട്ടൽ എന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഡേറ്റ പോർട്ടൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെയാണ് സമഗ്ര ഇ പോർട്ടൽ എന്ന് പറയുന്നത്. അത് 1 തൊട്ട് 12 വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള റിസോഴ്സുകൾ, നമ്മളിപ്പോൾ എടുക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോസ് ആയിക്കോട്ടെ, ഓഡിയോ ക്ലിപ്സ് ആയിക്കോട്ടെ, പിക്ചേഴ്സ് ആയിക്കോട്ടെ, എന്ത് നമുക്ക് PDF-ന്റെ രൂപത്തിലാണെങ്കിലും എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു റിസോഴ്സ് ഡേറ്റയാണ് നമ്മുടെ സമഗ്ര എന്ന് പറയുന്നത്. ഈ പോർട്ടലിൽ ഈ റിസോഴ്സുകളും പാഠപുസ്തകങ്ങളും ചോദ്യശേഖരങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിൽ ഈ വിഭവങ്ങൾ ലഭ്യമാണ്. അപ്പം നമുക്ക് ഈ സമഗ്രയുടെ ഈ റിസോഴ്സസുകളിൽ ലഭ്യമായിട്ടുള്ള ലാംഗ്വേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, കന്നഡയിലുണ്ട്. ഈ പറയുന്ന ലാംഗ്വേജസിൽ എല്ലാം തന്നെ സമഗ്രയുടെ റിസോഴ്സസുകൾ അവൈലബിൾ ആണെന്നാണ് പറയുന്നത്. നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുന്ന ടൈമിൽ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ സ്കൂളുകളെല്ലാം ICT ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട റിസോഴ്സുകൾ നമ്മൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? സമഗ്രയിൽ നിന്നാണ് എടുത്ത് പഠിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ലിറ്റിൽ കൈറ്റ്സ് ആണ്. ഈ ലിറ്റിൽ കൈറ്റ്സിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇത് ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതാണ് പിൽക്കാലത്ത് ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഓക്കെ,
കൈറ്റിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അംഗങ്ങളായുള്ള പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അനിമേഷൻ, സൈബർ സുരക്ഷ, മലയാളം, കമ്പ്യൂട്ടിംഗ്, ഹാർഡ്വെയറും ഇലക്ട്രോണിക്സും എന്നീ മേഖലകളിൽ വിദ്യാർത്ഥിനികൾക്ക് പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന പദ്ധതിയാണ് പിന്നീട് ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് മാറിയത്. അപ്പൊ ഇവിടെ ഒരു ചോദ്യം വരാം, മേ ബി ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് മാറിയത് ഏത് പ്രോഗ്രാമാണ്? ഹൈസ്കൂൾ എന്താണ്? ഹൈസ്കൂൾ ലിറ്റിൽ കൂട്ടം, ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് പിൽക്കാലത്ത് എന്തായിട്ട് മാറിയതടാ? നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമായിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് മാറിയത് ഹൈസ്കൂൾ കുട്ടിക്കൂട്ടം എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അടുത്ത കൂളാണ്. കൂള് അതിന്റെ ഡെഫിനിഷൻ നോക്കിയോ, എക്സ്പ്ലനേഷൻസ് നോക്കിക്കോ. കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്നതാണ് കൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും ഓൺലൈനായി പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കൈറ്റ് ആരംഭിച്ച ഓൺലൈൻ പരിശീലന പോർട്ടാണ് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ശ്രദ്ധിക്കാം. കേരളത്തിലുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും ഓൺലൈൻ വഴി നമ്മൾ എന്ത് കൊടുക്കാണ്ട, ട്രെയിനിങ് കൊടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കൂൾ എന്ന് പറഞ്ഞ കൂളായിട്ട് തന്നെ എന്താണ്, അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും കുറച്ച് കൂളായിട്ട് തന്നെ അവരുടെ പഠനം കൊണ്ടുപോകാനായിട്ട് കൊണ്ടുവന്ന പദ്ധതി, കൂളായിട്ട് പഠിക്കാൻ പരിശീലനത്തിന് വേണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണ് കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അധ്യാപകരും കുട്ടികളും ഒന്ന് കൂളായി ഇരിക്കാനായിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ്, പരിശീലനത്തിന് വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം. സഹായക ഫയലുകളുടെയും വീഡിയോ പഠന വിഭവങ്ങളുടെയും സഹായത്തോടെ നിശ്ചിത കാലയളവിലുള്ള കോഴ്സുകളാണ് പോർട്ടലിൽ നൽകിയിരിക്കുന്നത്. അപ്പം ഓരോ പോർട്ടലിൽ തന്നിരിക്കുന്ന വീഡിയോസിനാണെങ്കിലും ഫയലിനാണെങ്കിലും ഒരു ടൈം പീരീഡ് ഉണ്ട്. ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള ടൈം പീരീഡിലേക്കുള്ള വീഡിയോസ് ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ആണ് ആ പോർട്ടലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. എഡ്യൂക്കേഷണൽ ടെക്നോളജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനമായിട്ടുള്ള മേഖലയിൽ ഒന്നാമത് വരുന്നത് കൈറ്റ് ആണ്. കൈറ്റിന്റെ പൂർണ്ണനാമം എന്താണ് പറഞ്ഞത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നതാണ് കൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത് ഹൈടെക് സ്കൂളാണ് പറഞ്ഞത്. അതിലെ ഏറ്റവും പ്രധാന പോയിന്റ് ആണ് 8 മുതൽ, ആ പോയിന്റ് ശ്രദ്ധിക്കുക, 8 മുതൽ ഏതൊക്കെ ക്ലാസ് ആണ്? 8 to 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിൽ ഉയർത്താൻ കൊണ്ടുവന്ന പ്രോഗ്രാം ആയിരുന്നു അത്. ദെൻ സമഗ്ര പോർട്ടൽ, അതിനുശേഷം നമ്മൾ നോക്കിയത് ലിറ്റിൽ കൈറ്റ്സ് ആണ്. ഹൈസ്കൂൾ കുട്ടിക്കൂട്ടമാണ് ലിറ്റിൽ കൈറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ളത്. ലാസ്റ്റ് നമ്മൾ നോക്കിയത് കൈറ്റ് ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് ആണ് കൂള്. അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും ഓൺലൈൻ വഴി ഒരു പരിശീലനം കൊടുക്കുന്നതിന് വേണ്ടി വന്ന പ്രോഗ്രാം. ഇതുവരെ ഉള്ളത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബോധനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലാണ് നമ്മൾ കടക്കുന്നത്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ജി കോംപ്രിസ്. 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടം. അപ്പൊ ഏതൊക്കെ പ്രായമാണ്? 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ, ഈ പ്രായത്തിലുള്ളവർക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടത്തെ വിളിക്കുന്ന പേരാണ്, അതിനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ജി കോംപ്രിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ്, ജിയോജിബ്ര. ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള സ്വതന്ത്ര പഠന സോഫ്റ്റ്വെയർ ആണ്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള രൂപങ്ങളും മറ്റും ആകൃതികളും രൂപങ്ങളും ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര എന്ന് പറയുന്നത്. മൂന്നാമത്തത് എഡ്യൂസാറ്റ് ആണ്. ആദ്യത്തെ എഡ്യൂക്കേഷണൽ സാറ്റലൈറ്റ് ആണ് എഡ്യൂസാറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്ലാസ് ആണ്. ക്രിയേറ്റീവ് ലേണിംഗ് അസസ്മെന്റ് സിസ്റ്റം എന്നതാണ് ക്ലാസിന്റെ പൂർണ്ണരൂപം. കുട്ടികൾക്കായി രൂപപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏരിയകൾ. ഇപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പരമാവധി നിങ്ങൾ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുമായിട്ട് മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എനിവേ, താങ്ക് യു.